ഹലോ ഗൈസ്, പ്ലസ് വൺ ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് വന്നുള്ളത്. റെഡി അല്ലേ? നോക്കിയടാ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രീവിയസ് ഇയർ ട്രെൻഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്ത്, അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്ന ഭാഗം ഒന്ന് ഹീറ്റ് എഞ്ചിനും രണ്ടാണ് എന്ത്, റെഫ്രിജറേറ്റർ. റെഡി അല്ലേ? പക്ഷെ നമ്മളെ ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം എന്താണ്, ആ ടോപ്പിക്സ് ഡിലീറ്റഡ് ആണ്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം കണ്ടന്റ് ഓഫ് എന്താണ് ഈ ചാപ്റ്ററിൽ വരാൻ ഇനി സാധ്യത ഫസ്റ്റ് പാർട്ടിലെ സീറോത്തിലോ ഫസ്റ്റിലോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സ്, അതിന്റെ എന്ത് വർക്ക് കാണാനുള്ള ഇക്വേഷൻ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി വരാൻ ചാൻസ് ഉള്ളത്. റെഡി അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോർഷൻസ്, അതായത് ഡിലീറ്റഡ് അല്ലാത്ത പോർഷൻസ് എന്ത് ചെയ്യണം, അവിടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. റെഡി അല്ലേ മക്കളെ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി അല്ലേ? നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. ഓക്കെ, വാട്ട് ആർ ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക് പ്രോസസ് അല്ലെ? എന്താണ് ചോദ്യം? എന്താ, വാട്ട് ഈസ് ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക് പ്രോസസ്? നോക്കിയേ, എന്താ ഐസോതെർമൽ എന്ന് പറഞ്ഞാല്? നോക്കിയേ, ഈ ടേമിനെ നോക്കിയടാ. ഐസോതെർമൽ എന്താണ്? ഐസോതെർമൽ. ഇവിടെയല്ലേ? എന്താണ് ഐസോ? ഐസോ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെയിം. എന്താണ് ഐസോ എന്ന് പറഞ്ഞാല്? സെയിം. ഇനി തെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? തെർമൽ മീൻസ് ടെമ്പറേച്ചർ അല്ലെ? സെയിം ടെമ്പറേച്ചർ അല്ലേ? അതായത് ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചറിന് മാറ്റമില്ല, വ്യത്യാസമില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതായത് എന്താ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം. സോ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു സീറോ അല്ലെ? ഡെൽറ്റ ടി എന്നുള്ള ഇസ് ഈക്വൽ ടു സീറോ. ഈ പ്രോസസ് ആണ് എന്ത്, ഐസോതെർമൽ പ്രോസസ്. വെരി സിമ്പിൾ. നെക്സ്റ്റ് എന്താ, അഡയബാറ്റിക് പ്രോസസ്. എന്താണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാല്? റെഡി നോക്കിയേ, അഡയബാറ്റിക് പ്രോസസ്സിൽ എന്താണ്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു സീറോ. എന്താണ്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു സീറോ. എന്താ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു സീറോ സിഗ്നിഫിക്കൻസ് എന്താ? ഒന്നുമില്ല, ദാറ്റ് മീൻസ് there is no heat transfer. എന്താണ്, there is no heat transfer between the system and the surrounding അല്ലെ? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്ങിന് തമ്മിൽ എന്തില്ല, നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ആ സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം മക്കളെ, അഡയബാറ്റിക് പ്രോസസ്. അവിടെ ഡൗട്ട് ഇല്ലല്ലോ? റെഡിയാണ്, സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ദി ഐസോതെർമൽ പ്രോസസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞു ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറ്. പക്ഷെ അത് കഴിഞ്ഞാൽ മോസ്റ്റ് റെക്കറന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ ആണ്. അതിന്റെ ഡെറിവേഷൻ നമുക്ക് ഒന്ന് പറയാം. ഒരുപാട് പ്രാവശ്യം ഈ സ്ലൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റെഡിയല്ലേ? നോക്കിയേ, വർക്ക് ഡൺ ബൈ എൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിംഗ് ഐസോതെർമൽ പ്രോസസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? നമ്മൾ അതിന്റെ കുറച്ച് അസംഷൻസ് പറയാണ്. കൺസിഡർ എൻ ഐഡിയൽ ഗ്യാസ് വിച്ച് ഈസ് അണ്ടർഗോയിങ് എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഐസോതെർമലി. എന്താ ഐസോതെർമലി എന്ന് പറഞ്ഞാല്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി നിൽക്കുക. റെഡിയല്ലേ? അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്, മാറുന്നുണ്ട്. ആരൊക്കെ? P1 പ്രഷർ 1 വോളിയം 1 ഉള്ള എന്തായി, പ്രഷർ 2 വോളിയം 2 ആയി. റെഡിയല്ലേ? നോക്കിയടാ, നമ്മൾ എഴുതുന്നത് എന്താ, നമുക്കറിയാം എന്താ, വർക്ക് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി എന്നറിയാം അല്ലെ? വർക്ക് എന്താ, ഡി ഡബ്ല്യു അല്ലെ? ചെറിയ വർക്ക് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എന്താണ്, പി ഇൻറ്റു ഡി വി ആണ്. റെഡി അല്ലേ? ഈ ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താണ്, ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ, ഡബ്ല്യു കിട്ടും അല്ലെ? അതായത് ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ഡബ്ല്യു കിട്ടും. റെഡി അല്ലേ? നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ രണ്ട് ലിമിറ്റ് യൂസ് ചെയ്യില്ലേ? ഫസ്റ്റ് വോളിയം V1 സെക്കൻഡ് വോളിയം എന്താണ്, V2 യൂസ് ചെയ്യുക. അതായത് ഇവിടെ എന്താക്കുക, നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്കറിയാലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ, പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ പിക്ക് പകരം എന്താ, മ്യൂ ആർ ടി ബൈ വി. അതായത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ നോക്കിയാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം V1 ടു V2 പി ഇൻറ്റു ഡി വി ആയിരുന്നു. ഇനി ഈ പിക്ക് പകരം എന്ത് കൊടുത്തിടാ, മ്യൂ ആർ ടി ബൈ വി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ദാറ്റ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താ, മ്യൂ ആർ ടി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1/v dv. എന്താ 1/v dv? എന്താ, ദാറ്റ് ഈസ് എൽ എൻ വി ആണല്ലോ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ ഇക്വേഷൻ എന്ത് വരും, ദാറ്റ് ഈസ് വർക്ക് ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി എൽ എൻ V2/V1. ഈ V2/V1 നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം, ദാറ്റ് ഈസ് P1/P2 അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? എന്താണ്, ഈ V2/V1 പകരം വേണമെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ എന്ത് യൂസ് ചെയ്യാൻ പറ്റും, P1/P2 എന്നും കൂടെ യൂസ് ചെയ്യുക. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താ, ഈ ഐസോതെർമൽ. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ ഇനി ബാക്കിയുള്ള കണ്ടന്റ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യണം വേണ്ടത്. റെഡി അല്ലേ? ഡിഫറെന്റ് പ്രോസസ്സുകൾ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഓരോ പ്രോസസ്സിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. റെഡി ആണല്ലോ? പിന്നെ എന്ത് ഇവിടെ അറിയേണ്ടത്, വർക്ക് ഇൻ എ ഐസോതെർമൽ പ്രോസസ്. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് കിടക്കാം. തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ആർ ഓഫ് ടു കൈൻഡ്സ്. എന്താ, എക്സ്റ്റെൻസീവ് ഉണ്ട്, ഇന്റൻസീവ് ഉണ്ട്. റെഡി അല്ലേ? എന്താ, ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാറ്റർ. ഇനി എക്സ്റ്റെൻസീവ് എന്താ, ഇറ്റ് ഈസ് ഡിപെൻഡിങ്. ഇവിടെ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സ്റ്റെൻസീവ്? എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് എന്താ, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ് ഇൻഡിപെൻഡന്റ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ ഡിപെൻഡ് ചെയ്യുന്നത്. പ്രഷർ ഒരു നോക്കിയടാ, ഒരു സിസ്റ്റം, ഈ സിസ്റ്റത്തെ നമ്മൾ ഹാഫ് ആക്കി, പ്രഷർ ഹാഫ് ആവോ? ഇല്ലല്ലോ. ടെമ്പറേച്ചർ ഹാഫ് ആവോ? ഇല്ല. ഡെൻസിറ്റി ഹാഫ് ആവോ? ഇല്ല. പക്ഷെ എന്താ ഹാഫ് ആവുക,
മാസ് ഹാഫ് ആവും. ദാറ്റ് മീൻസ് എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെയാണ് എന്തെന്ന് വിളിക്കടാ എക്സ്റ്റെൻസീവ്. അത് ഓർത്തെക്കാൻ എന്താ ആലോചിക്കേണ്ടത്? ഇന്റൻസീവ് ഈസ് ഇൻഡിപെൻഡന്റ്. എങ്ങനെയാണ് ഓർത്തെക്കാനടാ? എന്താണ്? ദാറ്റ് ഈസ് ഇന്റൻസീവ് ഈസ് ഇൻഡിപെൻഡന്റ്. റെഡി ആണല്ലോ? ഇന്റൻസീവ് ഈസ് ഇൻഡിപെൻഡന്റ് എന്നാണ് അതിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്. റെഡി അല്ലേ? ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി കാർനോട്ട് സൈക്കിൾ. അപ്പൊ നമുക്ക് എന്തില്ല സിലബസിൽ ഇപ്പൊ ആ ക്വസ്റ്റ്യൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റെഡി അല്ലേ? നെക്സ്റ്റ് എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക്? ഇപ്പൊ പറഞ്ഞല്ലോ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ഈക്വൽ ടു 0. ഇനി അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0. റെഡി അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ കേസിൽ ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ ഇക്വേഷൻ? എന്താ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? എന്താണ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതായത് എന്താ? ദ ടോട്ടൽ ഹീറ്റ് എനർജി ഈസ് യൂട്ടിലൈസ് ഇൻ ടു പ്രോസസ്. ഒന്നെന്താണ്? ഇന്റർണൽ എനർജി കൂട്ടാനും രണ്ടെന്താ? ടു പെർഫോം വർക്ക്. റെഡി അല്ലേ? നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച സംഭവങ്ങളാണ്. റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ലോ ആണെന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. റെഡി ആണല്ലോ? ഓക്കെ. ഇനി നോക്കിയേ, 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻസ് ഫ്രം വോളിയം V1 ടു V2. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെയാണ് ഏത് കണ്ടീഷൻ എന്ന് പറയാം മക്കളെ? ഐസോതെർമൽ. ഡിറൈവ് ദ എക്സ്പ്രഷൻ വർക്ക്. നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? റെഡി. നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. റെഡി. നെക്സ്റ്റ് നോക്കിയാൽ സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ പറഞ്ഞെന്താ? ഓൾറെഡി പറഞ്ഞതാണ്. ദ ഗിവൺ ഹീറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ സിസ്റ്റം ഇൻ ടു വേസ്. ഫസ്റ്റ് ടു ഇൻക്രീസ് ദ ഇന്റർണൽ എനർജി ആൻഡ് ടു പെർഫോം വർക്ക്. നെക്സ്റ്റ് നോക്കിയാൽ ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അതായത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് എവിടുന്ന് വന്നതാ? ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു വേരിയേഷൻ അല്ലേ ഇവിടെ? നോക്കിയടാ, ഇവിടെ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയായിരുന്നു? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. പക്ഷെ ഇപ്പൊ അത് എന്തായി മാറി? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് മാറില്ലേ? മേ ബി സൈൻ ഉണ്ടാവും, നമ്മളിവിടെ വാല്യൂ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഇവിടെ ആരാണ് ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്തത്? ഡിസപ്പിയർ ചെയ്തത് ഡെൽറ്റ ക്യൂ ആണ്. ഈ ഡെൽറ്റ ക്യൂ 0 ആവണമെങ്കിൽ ആ പ്രോസസ്സിന്റെ പേരെന്താടാ? ആ പ്രോസസ്സിനെ പറയുന്നതാണ് അഡയബാറ്റിക് പ്രോസസ്. എന്താണ്? അഡയബാറ്റിക് പ്രോസസ്. റെഡി ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വീണ്ടും അതേ ക്വസ്റ്റ്യൻ. ഒപ്റ്റൈൻ എക്സ്പ്രസ് ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ടൈമാണ് എന്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയാൽ വാട്ട് ഹാപ്പൻസ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് ഡ്യൂറിങ്. അതായത് ഇവിടെ ചില കേസസ് ഉണ്ട് നമുക്ക് വരാവുന്ന കുറച്ച് ട്വിസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഭാഗമാണ് ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ദ ഡിഫറെന്റ് കേസസ്. ഇവിടെ നോക്കിയേ, ഐസോതെർമൽ എക്സ്പാൻഷൻ. രണ്ട് കേസ് നോക്കണേ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ടി എന്താണ്? 0 ആണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നോക്കിയേ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അല്ലെ? ഈ ഡെൽറ്റ ടി 0 ആയാൽ അവിടെ എന്താണ്? ഡെൽറ്റ യുവും 0 ആണ്. കാരണം എന്താ? ഡെൽറ്റ യുവിന് ഒരു ഇക്വേഷൻ എന്താ? എൻ സി ഡെൽറ്റ ടി എന്ന് ഇക്വേഷൻ ഉണ്ട്. സോ ഡെൽറ്റ ടി 0 ആയാൽ ഓട്ടോമാറ്റിക്കലി ഡെൽറ്റ യു എന്താവും മക്കളെ? 0 ആവും. എന്താണ്? ഡെൽറ്റ യു എന്താവും? 0 ആവും. നോക്കിയേ, ഇവിടെ ഡെൽറ്റ യു എന്തായി മാറിയിട്ടുണ്ട്? 0 ആയി മാറിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താ? വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റേണൽ എനർജി വെൻ ദർ ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അതായത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് പോസിറ്റീവ് അല്ലടാ? അല്ലെ? വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. വർക്ക് പോസിറ്റീവ് ആകുമ്പോൾ നോക്കിയേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 0 അല്ലെ? നോക്കിയേ, ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ എന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഇന്റേണൽ എനർജി 0 ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് നോട്ട് ഇന്റേണൽ എനർജി 0 എന്നല്ല, ചേഞ്ച് ഓഫ് ദ ഇന്റേണൽ എനർജി 0. That means internal energy cannot be altered. Ready അല്ലേ? That means U is a constant. എന്താണ്? U. That means internal energy is a constant അല്ലെങ്കിൽ delta U equal to 0. ഇനി രണ്ടാമത്തെ പ്രോസസ് എന്താ? അഡയബാറ്റിക് എക്സ്പാൻഷൻ. പറഞ്ഞേ, അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ എഴുതാ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 0. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതാ? ഡെൽറ്റ ഡബ്ല്യു ഇസ് എ പോസിറ്റീവ് വാല്യൂ. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നാ വരിക. റെഡി അല്ലേ? ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നോക്കിയേ, അതായത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ ഇന്റേണൽ എനർജി ഡിക്രീസസ്. എന്താണ്? ഇന്റേണൽ എനർജി ഡിക്രീസസ്. അപ്പോൾ ഒരു കേസിൽ ഇന്റേണൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്, സെക്കൻഡ് കേസിൽ എന്താ? ഇന്റേണൽ എനർജി ഡിക്രീസസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കിയേ, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഫോർത്ത് ടൈമാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. റെഡി അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വാട്ട് ഈസ് വർക്ക് ഡൺ ഇൻ ഐസോകോറിക്? എന്താണ് ഐസോ എന്ന് പറഞ്ഞാല്? സെയിം ആണല്ലോ. ഇനി കോറിക് എന്താടാ? കോറിക് എന്ന് പറഞ്ഞാല്
വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. എന്താണ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. ഇനി നമുക്ക് ഡെൽറ്റ ഡബ്ല്യുവിന്റെ ഒരു ഇക്വേഷൻ അറിയാം. എന്താ? പി ഇൻറ്റു ഡെൽറ്റ വി അല്ലെ. ഈ ഡെൽറ്റ വിക്ക് 0 കൊടുത്താൽ എന്തായിടാ? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0 അല്ലെ. എന്താ ഡെൽറ്റ ഡബ്ല്യു 0? ദാറ്റ് മീൻസ് ഐസോതെർമൽ പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാൻ പറ്റില്ല. ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ ഓൺ ദ സിസ്റ്റം ആയാലും വർക്ക് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഐസോകോറിക് പ്രോസസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. റെഡി? നെക്സ്റ്റ് നോക്കിയേ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഐസോതെർമൽ പ്രോസസ്. നോക്കിയേ, എന്താണ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ എന്താ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആവാം. ഇങ്ങനെ 0 ആയാൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. കംപ്ലീറ്റ് ഹീറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം മക്കളെ? ദാറ്റ് ഈസ് വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. റെഡി? നെക്സ്റ്റ് നോക്കിയേ, എക്സ്പ്രഷൻ ഫോർ വർക്ക്ഡ് ഇൻ ഐസോതെർമൽ. മക്കളെ, ഐസോതെർമൽ വർക്ക് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എക്സാമിന് പോകാൻ പാടില്ല. ഷുവർ ക്വസ്റ്റൻ ആണ്. റെഡി? നെക്സ്റ്റ് നോക്കിയേ, കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ സിലബസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റെഡി അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. എന്താ? ടോട്ടൽ ഹീറ്റ് ഈസ് പ്രൊവൈഡഡ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് ടു പെർഫോം വർക്ക്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോബാറിക് ആൻഡ് ഐസോകോറിക്? സിമ്പിൾ ആണല്ലോ. എന്താ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ? പ്രഷർ കോൺസ്റ്റന്റ് ആണ്. എന്താടാ? പ്രഷർ കോൺസ്റ്റന്റ് ആണല്ലോ. ഐസോകോറിക് എന്താ? വോളിയം കോൺസ്റ്റന്റ് ആണ്. റെഡി? എന്താണ്? വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എന്താ? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഇനി ഐസോബാറിക്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഒരു മാറ്റമില്ല. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു തന്നെ വരും. ഇനി ഐസോ കോറിക്കിലാണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ദാറ്റ് മീൻസ് ടോട്ടൽ ഹീറ്റ് വിൽ ബി യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ദി ഇന്റർണൽ എനർജി ആസ് എന്താ കാരണം? ബിക്കോസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0 അല്ലെ. ഡെൽറ്റ വിയുടെ വാല്യൂ ഓൾറെഡി എന്തായിട്ടുണ്ട്? 0 ആയിട്ട് മാറിയിട്ടുണ്ട്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Again question for the work done in the isothermal process. അപ്പോൾ മക്കളെ, ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 15 നമ്പർ ഓഫ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ക്വസ്റ്റ്യൻ എടുത്തതാണ് ഈ സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഐസോതെർമൽ വർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി എടുക്കുക. റെഡി? ഇനി ക്വസ്റ്റ്യൻ വന്നത് എന്താ? കാർനോട്ട് സൈക്കിൾ ആണ്. എന്താ ആ ടോപ്പിക് നമ്മളെ സിലബസിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റെഡി അല്ലേ? കാർനോട്ട് സൈക്കിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ റെഫ്രിജറേറ്റർ, കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, ഹീറ്റ് എഞ്ചിൻ കാര്യങ്ങളൊന്നും നമ്മളെ സിലബസിൽ എന്ത് ചെയ്യുന്നില്ല? ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മക്കളെ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രോസസ്സിന്റെയും ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്ത് പഠിക്കുക അല്ലെ. ഡിഫറൻസ് ചോദിച്ചാൽ ജസ്റ്റ് എന്താന്ന് പറയുന്നതിന്റെ ഒപ്പം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫറൻസ് എന്താണ്, അതിന്റെ ഫൈനൽ വാല്യൂ എന്താണ്, അതിന്റെ ചേഞ്ച് എന്താണെന്ന് എഴുതുക, ഗ്രാഫ് വാല്യൂസ് എഴുതുക, വർക്ക് ഡൺ ഉണ്ടെങ്കിൽ വർക്ക് ഡൺ എഴുതുക. അങ്ങനെ എന്ത് ചെയ്യുക? ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് എഴുതിയിട്ട് ഉഷാറായിട്ട് പഠിക്കുക. റെഡി അല്ലേ മക്കളെ? അപ്പോൾ തെർമോഡൈനാമിക്സിൽ വളരെ കുറവ് കണ്ടന്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതെന്ത് ചെയ്യുക? സൂപ്പറായിട്ട് തന്നെ പഠിച്ചു വെക്കുക. റെഡി അല്ലേ? ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.